സഭാസ്നേഹവും സമുദായ സ്നേഹവും രണ്ടാണെന്നും വരും തലമുറയ്ക്ക് നൽകേണ്ടത് സമുദായ സ്നേഹത്തെക്കാൾ ഉപരി സഭാസ്നേഹമാണെന്ന് നമ്മോട് പറയുകയാണ് മാത്യു മോസസ്. നമ്മൾ സഭയെയാണോ സ്നേഹിക്കുന്നത്? കത്തോലിക്ക സഭയുടെ അംഗങ്ങളായ നമ്മൾ സഭയെ സ്നേഹിക്കാനും വളർത്താനും സംരക്ഷിക്കാനും വിളിക്കപ്പെട്ടവരാണ്. ഇന്നത്തെ ചുറ്റുപാടിൽ ക്രൈസ്തവ മൂല്യങ്ങൾ അതിൻ്റെ സത്ത ചോരാതെ ജീവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് അത്യാവശ്യമായിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ സഭാസ്നേഹമായി തെറ്റിദ്ധരിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്നത് സമുദായ സ്നേഹമാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന കാതോലികമായ തിരുസഭയും എല്ലാ രീതിയിലും വളരെ ചെറുതായ സമുദായവും പരസ്പര വിരുദ്ധമായ സങ്കല്പങ്ങളാണ്. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ കത്തോലിക്ക സഭ അവിടത്തെ വിപ്ലവകരമായ സ്നേഹം പ്രഘോഷിക്കുകയും ധൈര്യപൂർവ്വം ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വെറുക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സഭയാണ് ഭാവിയിൽ വലിയ മാതൃകയാവുകയും മഹത്വത്തിന്റെ കിരീടം ചൂടുകയും ചെയ്യുന്നത്. എന്നാൽ സമുദായ ബോധത്തിൽ ജീവിക്കുന്ന ഒരു സഭ മറ്റു സമുദായങ്ങളെയും മതങ്ങളെയും സഹോദര സഭകളെപ്പോലും സംശയദൃഷ്ടിയോടും ഭയത്തോടും വീക്ഷിക്കുകയും അവരുടെ ചെറിയ തെറ്റുകളോട് പോലും അസഹിഷ്ണുതയോടെ പെരുമാറുകയും ചെയ്യുന്നു. നമ്മുടെ സഭ ഇതിലേതാണ്? ഫാദർ സ്റ്റാൻ സ്വാമിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്യുകയും എന്നാൽ അദ്ദേഹത്തോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റുള്ളവരുടെ പേരുകൾ പോലും അറിയാതിരിക്കുകയും ചെയ്യുന്നിടത്ത് നമ്മൾ വെറും സമുദായവാദി മാത്രമാവുകയാണ്. അദ്ദേഹത്തെ നക്സൽ തീവ്രവാദിയായി കാണുന്നവർ ഇപ്പോഴും കത്തോലിക്കരുടെ ഇടയിൽ ഉണ്ടെന്നതാണ് ഏറ്റവും ഖേദകരം. സഭയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനല്ലാതെ ഏതോ നാട്ടിലെ ദളിതർക്കു വേണ്ടി ശബ്ദമുയർത്തിയത് കൊണ്ടാവണം അദ്ദേഹം തീവ്രവാദിയായത്. നീതിക്ക് വേണ്ടി പീഡകൾ സഹിച്ചവരിൽ നമുക്കറിയാവുന്ന എത്ര പേരുണ്ടാവും സഭയിൽ? ഒരു ഇടയനും ഒരു ആട്ടിൻപറ്റവുമായിരുന്നു ഈശോയുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം. അതിൻ്റെ അർത്ഥം ഒരിക്കലും ഒരു ചെറിയ സഭ ഒന്നും പറ്റാതെ സൂക്ഷിക്കുക എന്നല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ഒരു സഭയായി മാറുകയെന്നതാണ്. നമ്മുടെ അസഹിഷ്ണുത കാരണം തന്നെയാണ് മറ്റെന്തൊക്കെ നന്മ പറഞ്ഞാലും അവസാനം നമുക്ക് സ്വന്തം നാട്ടിൽ ആരെയും ആകർഷിക്കാനാവാത്തത്. നമ്മുടെ ജീവിതം കണ്ടിട്ട് അക്രൈസ്തവരായ സുഹൃത്തുക്കളും അയൽക്കാരും ക്രിസ്തീയതയിലേക്ക് ആകർഷിക്കപ്പെടുന്ന, സുവിശേഷം ശ്രവിച്ച് സഭയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ക്രിസ്തീയതയായിരുന്നു ഇവിടെ വേണ്ടിയിരുന്നത്. അങ്ങനെയാണ് സഭ വളരേണ്ടത്. അല്ലാതെ സഭയിൽ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനെ പ്രോത്സാഹിപ്പിച്ചല്ല. കത്തോലിക്ക സഭയുടെ സാർവത്രികതയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ദൈവപരിപാലനയിലുള്ള വിശ്വാസക്കുറവുമാണ് സഭയെ വെറും സമുദായമാക്കി മാറ്റി അവകാശത്തിനും സംരക്ഷണത്തിനും വേണ്ടി മുറവിളി കൂട്ടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ മറ്റു മതങ്ങളിലേക്ക് വിവാഹിതരായി പോകുമ്പോൾ നമുക്ക് ധാർമ്മിക രോഷമുണ്ടാവുകയും എന്നാൽ അന്യമതസ്ഥയായ ഒരു പെൺകുട്ടി വിവാഹിതയായി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊന്നും തോന്നാതിരിക്കുകയും ചെയ്യുന്നത്. ഒരു പെൺകുട്ടി, ആൺകുട്ടി ഒരു സങ്കടവുമില്ലാതെ വേറൊരു മതത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. സഭ ചിന്തിക്കേണ്ടത് നമ്മുടെ വേദപാഠവും ധ്യാനങ്ങളും എല്ലാം വെറും പ്രഹസനങ്ങളായി മാറുന്നുവോ എന്നതാണ്. നമ്മൾ അവിടുന്ന് തുടങ്ങണം. കുട്ടികൾക്ക് സുവിശേഷം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ്? അവർ ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും അധിഷ്ഠിതമായ തിരുസഭയെയാണോ സ്നേഹിക്കാൻ പോകുന്നത്? അതോ കുറെ പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും ഒതുങ്ങുന്ന ഒരു സമുദായത്തെയാണോ? സുവിശേഷത്തിൽ നിന്നും നമുക്ക് കിട്ടിയ മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നാം അതിൻ്റെ പുറംമോടിയിലേക്ക് ഒതുങ്ങുന്നു. ദൈവപരിപാലനയെക്കുറിച്ചുള്ള അറിവ് അസ്തമിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ ശത്രുക്കളാകുന്നു. നമ്മിൽ ഭയമുണ്ടാവുന്നു. നമ്മിൽ അസഹിഷ്ണുത വളരുന്നു. നമ്മൾ ചെറുതായതായി തോന്നുന്നു. ഇന്നത്തെ കേരള സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അതല്ലേ? മറ്റു മതസമൂഹങ്ങളെ ഭയന്നോ തുരത്തിയോ ഉണ്ടാവേണ്ടതല്ല ക്രൈസ്തവ സാക്ഷ്യം. ക്രിസ്തു കാണിച്ചു തന്നതല്ലാതെ മറ്റൊരു മാതൃകയും നമുക്കില്ലതാനും. യുവജനങ്ങളായ നമുക്ക് വേണ്ടത് വിവേകവും ജ്ഞാനവുമാണ്. ഒരു വാർത്ത കാണുമ്പോൾ
അത് നേരെ വിശ്വസിക്കാതെ അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചറിഞ്ഞ ശേഷം അതിനോട് പ്രതികരിക്കാനുള്ള പക്വതയാർജിക്കാം. പ്രാർത്ഥനയോടെ ദൈവഹിതം അന്വേഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് വഴി നടത്തട്ടെ. വഞ്ചനയുടെ ദുരാത്മാവ് അഴിഞ്ഞാടുന്ന ഈ കാലത്ത് ദൈവം നമുക്ക് ജ്ഞാനവും വിവേകവും നൽകട്ടെ.